സോ നമസ്കാരം. ഇന്ന് നമ്മുടെ ബാർസലോണ PSG നേരിടാൻ ഇറങ്ങുകയാണല്ലേ. സോ ഫാൻ ഓണാണ്. സോ അതിൻ്റെ ചെറിയ സൗണ്ട് കാണും ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട്. സോ ഇന്നത്തെ മാച്ചിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്താണ്? നമ്മൾ ബാർസലോണയിൽ ഇന്ന് എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇന്നത്തെ മാച്ചിന് PSG നിന്ന് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? സോ ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ഇൻക്ലൂഡഡ് ഗ്യാവി ഇൻ ദ സ്ക്വാഡ്. സോ ആൾ ഫിറ്റ് അല്ല, മേ ബി 1 മിനിറ്റ് ഒരു മാച്ച് കളിച്ചതെന്ന് പറയാം. മേ ബി ആ ഒരു ഇതിലോട്ട് ഇൻവോൾവ് ആക്കാനായിട്ടായിരിക്കാം ഗ്യാവി സ്ക്വാഡിൽ ഇൻക്ലൂഡഡ് ആണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആൻഡ് ഫ്രാങ്കി ഡിയോങ് മൈറ്റ് സ്റ്റാർട്ട്. ക്രിസ്ത്യൻസിൻ്റെ കാര്യം ഡൗട്ട്ഫുൾ ആണ്, ബട്ട് സാവി ഹോപ്പ്ഫുൾ ആണ് ക്രിസ്ത്യൻസൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു. ആൻഡ് ഗുണ്ടകൻ ഈസ് അവൈലബിൾ. പെഡ്രി വിൽ ബി ഓൺ ദ ബെഞ്ച്. പെഡ്രി വോണ്ട് ബി ഫിറ്റ് ടു സ്റ്റാർട്ട്. സോ മേ ബി മിനിറ്റ്സ് കിട്ടിയെന്ന് വരാം മാച്ചിനിടയ്ക്ക്. അപ്പുറത്ത് PSG ഒരു ബാഡ് ന്യൂസ്, ഹക്കീമി സസ്പെൻഡ്. മുക്കിയാല ലാസ്റ്റ് ഗെയിം ഹെഡ് ഇഞ്ചറി കാരണം മാറ്റിയിരുന്നു. സോ ആൾ ഇന്നത്തെ മാച്ച് മേ ബി നോട്ട് ബി ഫിറ്റ് ടു സ്റ്റാർട്ട് എന്ന് റൂമേഴ്സ് കേൾക്കുന്നു. സോ അവരുടെ റൈറ്റ് ബാക്കായിട്ട് മേ ബി മാർക്യൂനോസിനെയൊക്കെ ഇന്ന് കളിപ്പിക്കുമെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ നമ്മൾ മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ PSG ടീമിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? അത് നമ്മൾ പറയും ലൂയിസ് എൻട്രിക്കെ സൈഡ് ബോൾ പൊസഷൻ കീപ്പ് ചെയ്യും, സ്ലോ ആണ് മറ്റാണ്. അല്ല, ദേ ആർ അത്യാവശ്യം സ്പീഡാണ്, നല്ല പേസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. അവർ ബോൾ ഫാസ്റ്റ്ലി ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, ഗോൾസ് സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പം ലീഗ് നോക്കാനാണെങ്കിൽ 10 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. അവർ ലീഗ് കൺഫേം ആക്കി കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുന്നു. ആൻഡ് അവരുടെ പാസസ് പെർ ഡിഫെൻസീവ് ആക്ഷൻ PPDA ബെസ്റ്റ് ഇൻ ദ ചാമ്പ്യൻസ് ലീഗാണ്. അതായത് 8 സംതിങ് ആണ്. അതായത് ഒപ്പോണൻറ്റിൻ്റെ കാര്യം ബോൾ റിസീവ് ചെയ്താൽ അവർ 8 പാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 8 പാസോളം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബോൾ റിക്കവർ ചെയ്യും. അത് ബെസ്റ്റാണ്. സെക്കൻഡ് ആർസണലിലാണ് 9.47 അങ്ങനെ കണ്ടാണ്. സോ ദ ബെസ്റ്റ് പാസസ് പെർ ഡിഫെൻസീവ് ആക്ഷൻ എന്ന് പറയുന്ന റെക്കോർഡുള്ള PPDA ഉള്ള ടീമാണ് ലൂയിസ് എൻട്രിക്കയുടെ PSG. വിറ്റ് മീൻസ് വെന്നെവർ അവർ ബോൾ ലൂസ് ചെയ്താൽ അവർ എത്രയും പെട്ടെന്ന് ഒപ്പോണൻറ്റ് 8 പാസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവരത് തിരിച്ചു പിടിക്കും. സോ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡാണ് ഈ സീസൺ ലീഗിൽ, ചാമ്പ്യൻസ് ലീഗിൽ. സോ ഡിഫെൻസീവ്ലി ദേ ആർ ആ ഒരു കാര്യത്തിൽ, പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, ഹയർ ഓഫ് ദ പിച്ച് പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യുന്ന കാര്യത്തിൽ ദേ ആർ സോ ഗുഡ് അറ്റ് ദാറ്റ്. സോ അതേ സമയത്ത് നമ്മുടെ വൾണറബിലിറ്റി പല അവസരങ്ങളിലും എവിടെയാണ്? നമ്മുടെ ഒപ്പോണൻസ് ഹൈലി വന്ന് ലോ ബ്ലോക്കിന് അഗേൻസ്റ്റ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ബട്ട് ഒപ്പോണൻസ് എക്സ്ട്രാ അഗ്രസീവ്ലി വന്ന് പ്രോപ്പറായിട്ടൊരു പ്രസ്സിംഗ് സിസ്റ്റമുള്ള ടീമിന് അഗേൻസ്റ്റ് വരുമ്പോൾ നമ്മളും സ്ട്രഗിൾ ചെയ്യാറുണ്ട്. സോ നമ്മുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വീക്ക്നെസ് ആയി അത് മാറാറായിട്ടുമുണ്ട്. സോ അഗേൻസ്റ്റ് PSG ഡെഫിനറ്റ്ലി പാർക്ക് ഡി ഫ്രാൻസിൽ ഹോം അഡ്വാൻറ്റേജ് മറ്റേ ഉള്ള PSG ആയിരിക്കും ചെന്നിട്ട് ഡെഫിനറ്റ്ലി ഓൺ പേപ്പർ ഓൺ അവരുടെ സ്റ്റാറ്റ്സും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒട്ടും തള്ളിക്കളയേണ്ടതില്ല. ബട്ട് ഈ ഒരു ബാറ്റിൽ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു നമ്മൾ പറയുന്നില്ല ടാക്ടിക്കൽ ജീനിയസ്, സാവിയുടെ ടാക്ടിക്കൽ ഷിഫ്റ്റ്, സാവി പ്ലേയേഴ്സിന് ടാക്ടിക്കലി എങ്ങനെ സെറ്റപ്പ് ചെയ്യും എന്നതിലുപരി പ്ലേയേഴ്സിൻ്റെ മൈൻഡ് എവിടെയാണ്, സാവിയുടെ ഡിറ്റർമിനേഷൻ എവിടെയാണ്, പ്ലേയേഴ്സിൻ്റെ ഉള്ളിൽ സാവി മാച്ചിന് മുമ്പ് ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്ന കോൺഫിഡൻസ് എന്താണ് എന്നതിലായിരിക്കും. മോർ ദാൻ ഇറ്റ്സ് ഒരു ടാക്ടിക്കൽ ബാറ്റിൽ എന്നതിലുപരി ഐ തിങ്ക് വി ക്യാൻ ഗ്രൈൻഡ് എ റിസൾട്ട് ഫ്രം ദിസ് പിക്ചർ ഇഫ് വി ആർ കോൺഫിഡൻറ്റ്. നമ്മുടെ ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്, നമ്മുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും ഇന്നത്തെ മാച്ചിനെ സമീപിക്കാൻ പോകുന്നത് മെൻ്റലി, ഫിസിക്കലി, ടാക്ടിക്കലി. ഞാൻ പറയും മെൻ്റലി, ഫിസിക്കലി ആൻഡ് തേർഡ് ടാക്ടിക്കലി ഈ മാച്ച് വരാൻ സാധ്യതയുള്ളൂ. ബിക്കോസ് ടാക്ടിക്കൽ സുപ്പീരിയോറിറ്റി മേ ബി അവർക്കായിരിക്കാം, ബട്ട് വി ഡു ഹാവ് കോൺഫിഡൻസ്. സാവിയും മോശമല്ല, സാവിയും പിള്ളേരും സൂപ്പർബായിട്ട് തന്നെ സെറ്റപ്പ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇന്നത്തെ മാച്ചിലോട്ട് നമ്മൾ നോക്കുമ്പോൾ മിഡ്ഫീൽഡിൽ ആര് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. മിഡ്ഫീൽഡിൽ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ഫ്രാങ്കി ഡിയോങ്ങിനെ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സോ നമുക്കറിയാം പാരീസ് സാൻ ജർമ്മൻ അഗെയിൻസ്റ്റ് ബോൾ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സ് പറഞ്ഞു. നമ്മളിപ്പോൾ PPDA സ്റ്റാറ്റ്സ് പറഞ്ഞു. വിച്ച് മീൻസ് നമുക്ക് നമ്മുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലസ് റെസിസ്റ്റൻ്റ് ആയ ബോൾ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലെയർ ആരാണ്? മീൻസ് ഫ്രാങ്കി ഡിയോങ്. ശരിയാണ്, ഒരു ഇഞ്ചറിക്ക് ശേഷം വരുവാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചിൽ ഇവൻ റോബർട്ടോ നല്ല ഫോമിലാണ്, ഫെർമിൻ ലോപ്പസ് ഈസ് ഡൂയിങ് വെൽ. എന്നാലും ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചിൽ ഈ ഫ്രാങ്കി ഡിയോങ് ഈസ് ഫിറ്റ് ടു സ്റ്റാർട്ട്. ഫ്രാങ്കി ഡിയോങ് ഫിറ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഫ്രാങ്കി ഡിയോങ്, ക്രിസ്ത്യൻസൻ, ഗുണ്ടകൻ, ഈ മിഡ്ഫീൽഡ് 3 ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇഫ് പോസിബിൾ ടു സ്റ്റാർട്ട് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഈ ഫ്രാങ്കി ഡിയോങ്, ഇഫ് ക്രിസ്ത്യൻസൻ ഈസ് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട്, ദെൻ ഗുണ്ടകൻ ഹാവ് ടു ഡു ദ പിവറ്റ് റോൾ അലോങ് വിത്ത് ഫ്രാങ്കി ഡിയോങ്. ആൻഡ് റോബർട്ടോനെയോ ഫെർമിൻ ലോപ്പസിനെയോ, മേ ബി റോബർട്ടോനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗുണ്ടകൻ ഏറ്റവും ബെസ്റ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹയർ ഓഫ് ദ പിച്ചസ്, ഹാഫ് സ്പേസസ് അറ്റാക്ക്, ഹയർ ഓഫ് ദ പിച്ചസിൽ ആളുടെ പ്രസ്സിങ്ങും ആളുടെ ഇൻവോൾവ്മെൻറ്റുമാണ് ഏറ്റവും ബെസ്റ്റ്. മാക്സിമം 11 ആയിട്ട് ക്ലോസ് ആയിരിക്കുക, മാക്സിമം
നമ്മൾ നോക്കാനാണെങ്കിൽ മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ ഗുണ്ടകൻ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് ഇഫ് ക്രിസ്ത്യൻസൺ ഈസ് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട്, ഹി ഹാവ് ടു ഡ്രോ. ഗുണ്ടകൻ അലോങ് വിത്ത് ഫ്രാങ്കി ഡിയോങ് പേട്രോൾ കളിക്കേണ്ടി വരും, വിച്ച് മേക്സ് എ ബിറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ അസ് ടു അറ്റാക്ക്. ഡിഫെൻസീവ്ലിയും ഐ തിങ്ക് ക്രിസ്ത്യൻസൺ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അലോങ് വിത്ത് ഫ്രാങ്കി ഡിയോങ് ആ ഒരു ഡബിൾ പേർ അവർ തമ്മിൽ ഫോം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഹ്യൂജ് അഡ്വാൻറ്റേജ്. എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ത്രെട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. സായർ എമറി എക്സലൻറ്റ് പ്ലെയർ, ഫാബിയാൻ റൂയിസ് അന്യായ ഫോമിൽ, വിറ്റിന ഇസ് ഡൂയിങ് വെൽ, കിലിയൻ എംബാപ്പെ ദ ടോപ്പ് സ്കോറർ ഇൻ ദ ചാമ്പ്യൻസ് ലീഗ്, അന്യായ ഫോമിൽ മുന്നോട്ട് പോകുന്ന പ്ലെയർ. ബട്ട് ആ ടീമിലെ ബിഗ്ഗസ്റ്റ് ത്രെട്ട് ഇന്നത്തെ മാച്ച് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഇറ്റ് വിൽ ബി ഉസ്മാൻ ഡെംബലെ. ഉസ്മാൻ ഡെംബലെ ആ ഒരു വൈഡ് ഏരിയാസിൽ നിന്നും ഓപ്പറേറ്റ് ഓൺ പേപ്പർ തുടങ്ങിയതിന് ശേഷം ആൾ മാച്ചസിനിടയിൽ സെൻട്രൽ ഏരിയാസിലോട്ട് വരിക, ഒരു നമ്പർ 10 റോൾ ഓപ്പറേറ്റ് ചെയ്യുക, മേക്ക് ഷുവർ കിലിയൻ എംബാപ്പെ ഈസ് റിസീവിങ് ദ ബോൾ ഇൻ ദ ഫൈനൽ തേർഡ് എന്നുള്ള കാര്യം ഡെംബലെ ഉറപ്പാക്കുന്നുണ്ട്. സോ കിലിയൻ എംബാപ്പേനെ നമ്മൾ ടു ആൻ എക്സ്റ്റെൻറ്റ് നള്ളിഫൈ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു മേക്ക് ഷുവർ ഡെംബലെ ഈസ് നള്ളിഫൈഡ്. ഡെംബലെനെ നള്ളിഫൈ ചെയ്യുക, മേക്ക് കിലിയൻ എംബാപ്പെ ടു ഡ്രോപ്പ് ടു റിസീവ് ദ ബോൾ, മേക്ക് ഷുവർ ഉസ്മാൻ ഡെംബലെ ഈസ് നോട്ട് ഡൂയിങ് പുള്ളിയുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്ത് സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് എംബാപ്പയ്ക്ക് 1-on-1 സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് ഫോർ ദാറ്റ് നമ്മൾ ഡെംബലെനെ നെക്സ്റ്റ് ഗെയിം ഐ തിങ്ക് ഡിയോങ് along with Christensen is going to have to play a huge role, especially if Christensen starts. ഡെംബലയുടെ മേലൊരു കണ്ണ് ഉറപ്പായിട്ടും വേണം. ഡെംബലെനെ കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് ഔട്ടാക്കണം. ദെൻ ഐ തിങ്ക് ലൂയിസ് എൻറിക്കയുടെ സിസ്റ്റത്തിൽ കൂടുതൽ വൾണറബിലിറ്റി വന്നു തുടങ്ങും ഇൻ അറ്റാക്ക്. സോ ഡിഫെൻസീവ്ലി നമ്മൾ അവിടെ PSG നോക്കാനായിട്ടാണെങ്കിൽ യെസ് മാർക്കിനോസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്, മേ ബി സ്ക്രീനിയർ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ബെറാൾഡോ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള 2 മാച്ചും പുള്ളി ബെറാൾഡോനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് ചില റിപ്പോർട്ടുകൾ പറയാൻ ലൂക്കാസ് ഹെർണാണ്ടസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്, ന്യൂനോ മെൻഡസ് ലെഫ്റ്റ് ബാക്ക്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് മാർക്കിനോസ് മൈറ്റ് ബി റൈറ്റ് ബാക്ക് ഇഫ് മുക്കിയാര ഈസ് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട്. ആൻഡ് ലൂക്കാസ് ഹെർണാണ്ടസും സ്ക്രീനിയറിനെ മേ ബി സെൻറ്റർ ബാക്ക് ആക്കും, അല്ലെങ്കിൽ ലൂക്കാസ് ഹെർണാണ്ടസ് ആൻഡ് ബെറാൾഡോ ആയിരിക്കും സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ ഈ ഒരു ബാക്ക് ഫോറിൽ നമ്മൾ നോക്കാനായിട്ടാണ് വൾണറബിലിറ്റി ഉണ്ട്. ന്യൂനോ മെൻഡസ് വൾണറബിലിറ്റി ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. മാർക്കിനോസ് യെസ് ഹി വാസ് വൺ ഓഫ് ദ ബെസ്റ്റ്, ബട്ട് നൗ ടോപ്പ് 10 ഡിഫൻഡേഴ്സ് ഇൻ ദ വേൾഡ് എടുത്ത മാർക്കിനസ് വരത്തില്ല. ഹി ഹാസ് ബീൻ റിയലി പുവർ എസ്പെഷ്യലി ലാസ്റ്റ് 2 സീസണായിട്ട്. ഡിഫെൻസീവ്ലി മാർക്കിനസിൽ വൾണറബിലിറ്റി ഉണ്ട്. ബെറാൾഡോ ഈവൻ ദോ യങ് ആണെങ്കിലും പ്രോബബ്ലി അവർ വൺ ഓഫ് ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് പെർഫോമിംഗ് ഡിഫൻഡർ എന്ന് പറയാം. ലൂക്കാസ് ഹെർണാണ്ടസ് ദിവസം പോലെ ഇരിക്കും. ചില ദിവസങ്ങളിൽ ഹി വിൽ ബി എക്സലന്റ്, ചില ദിവസങ്ങളിൽ വൾണറബിലിറ്റി ഉണ്ട്. ബട്ട് ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹി ഈസ് എ ഡിഫൻഡർ ദാറ്റ് വി ക്യാൻ എക്സ്പ്ലോയിറ്റ് എന്ന് വേണേൽ പറയാം. ആൻഡ് ഗോൾ കീപ്പർ സിറ്റുവേഷനിൽ വരുമ്പോൾ ഡൊണറൂമ്പ ഈവൻ ദോ ലാസ്റ്റ് സീസൺസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിലും കുറേ അന്യായ സേവ്, ഞാൻ ഡൊണറൂമയുടെ കുറച്ച് സേവ്സ് ഒക്കെ റീസെൻ്റ്ലി നോക്കിയപ്പോൾ മാച്ചസിലൊക്കെ അന്യായ സേവുകളാണ് നടത്തുന്നുണ്ട്. ആളുടെ കോൺഫിഡൻസ് അത്യാവശ്യം നല്ല ഹൈ ആണ് PSG വേണ്ടി ഈ ഫിക്സറിലോട്ട് വരുമ്പം ആസ് ഗോൾ കീപ്പർ. ബട്ട് ഡൊണറൂമയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാനാണെങ്കിൽ നമ്മുടെ ടീമിൽ നോക്കുകയാണെങ്കിൽ നാളത്തെ മാച്ച്, അതായത് ഇന്നത്തെ മാച്ചിൽ ഇഫ് വി ക്യാൻ ഗെറ്റ് എ ക്ലീൻ ഷീറ്റ്, അതോ ഒരു ഗോളിൽ അവരെ ഒതുക്കാൻ സാധിച്ചാൽ ഐ വിൽ ബി റിയലി കോൺഫിഡൻറ്റ്. എന്നോട് പേഴ്സൺ ചോദിക്കുകയാണ് ഐ എം എക്സ്പെക്ടിങ് എ ഡ്രോ ടു നൈറ്റ്, ഐ വിൽ ടേക്ക് എ 1-1 ഡ്രോ റാദർ ദാൻ എ 3-3 ഓർ 4-4. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 1-1 ഡ്രോ ആണ് നമുക്ക് ഇന്ന് കിട്ടുന്നതെങ്കിൽ, അതുപോലെ 0-0 ഡ്രോ ആണ് നമ്മൾ ഇന്ന് പിടിക്കുന്നതെങ്കിൽ സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ ഐ വിൽ ബി റിയലി കോൺഫിഡൻറ്റ്. കാരണം നമ്മൾ അവരെ ലിമിറ്റ് ചെയ്തു 0 ഗോൾസിൽ 1 ഗോൾസ്. കാരണം നമുക്കൊരു ഗോള് നമ്മൾ ഹോം ഗ്രൗണ്ടിൽ നെക്സ്റ്റ് ഫിക്സർ വന്ന് കളിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ശരിയാണ്, നമുക്ക് ലയണൽ മെസ്സി പോലത്തെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ത്രൂ ഒരു മൊമെന്റ് ഓഫ് മാജിക്കിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ഇപ്പോൾ ഇല്ല, അത് ഫാക്റ്റാണ്. പക്ഷേ പ്രട്ടി ഷുവർ എവിടെ നിന്നേലും നമ്മൾ ഗോൾ കണ്ടെത്തിയിരിക്കും, അതൊരു പ്രശ്നമല്ല നമുക്ക്. ബട്ട് ലാസ്റ്റ് 5 മാച്ചസായിട്ട് നമ്മൾ ക്ലീൻ ഷീറ്റ് ലീഗ് പിടിക്കുന്നുണ്ട്. സോ ആ ഡിഫെൻസീവ് റെക്കോർഡ് ഇൻടാക്റ്റ്, അഥവാ അതൊന്ന് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മൾ അവരെ 1 ഗോൾ ഓർ 0 ഗോൾസിനൊന്ന് തളയ്ക്കാൻ സാധിച്ചാൽ നമ്മൾ ഗോൾ അടിക്കും, അതെനിക്ക് ഉറപ്പാണ്. PSG എഗെയിൻസ്റ്റ് നമ്മൾ ഗോൾ അടിക്കും, നമുക്ക് ഗോൾ വരും. അതെ, എന്തൊക്കെ പറഞ്ഞാലും ശരി നമുക്ക് ഗോൾ വരും. സോ മേക്ക് ഷുവർ വി ആർ ഹാവിങ് എ ക്ലീൻ ഷീറ്റ് എന്നുള്ള കാര്യം ഉറപ്പാക്കാനായിട്ട്, ക്ലീൻ ഷീറ്റോ അഥവാ അവരെ 1 ഗോളിലോ മറ്റോ അല്ലോ ഡിഫെൻസീവ്ലി സോളിഡായി നമുക്ക് നിൽക്കാനായിട്ട് സാധിച്ചാൽ ഐ എം പ്രെറ്റി കോൺഫിഡൻറ്റ് നമുക്ക് ഈ ടൈ 2 ലെഗിലുമായിട്ടും കിടക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ഇന്ന് പാർട്ടി ഫ്രാൻസിൽ ഇഫ് യു ക്യാൻ ലിമിറ്റ് ദം ടു എ 1 ഗോൾ, ഇവനെ 1-0 ലോസ് പോലും ഞാൻ പേഴ്സണലി എടുക്കും. ഐ വിൽ ബി റിയലി ഹാപ്പി വിത്ത് എ ഡ്രോ. ഒരു 1-1 0-0 ഡ്രോയിൽ ഞാൻ റിയലി ഹാപ്പി ആയിരിക്കും. സോ അതാണ് ഞാൻ ഇന്നത്തെ മാച്ചിൽ ഓവറോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് എൻ്റെ ഒരു പ്രതീക്ഷ അതാണ്, ഡിഫെൻസീവ്ലി സോളിഡ് ആവുക. ഐ തിങ്ക് സെക്കൻഡ് ലെഗിലായിരിക്കും നമ്മൾ മേ ബി ടൈ എടുക്കുക എന്ന് പേഴ്സണലി തോന്നുന്നു. ഐ ആം കോൺഫിഡൻറ്റ് ഇൻ മൈ ടീം പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ ഓൺ പേപ്പർ ന്യൂട്രൽസ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഫേവറേറ്റ്സ് PSG ആണ്.
ആൻഡ് ഓട്ട്സ് ഓൺ ഫേവറേറ്റും ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് പല പണ്ഡിറ്റ്സിൻ്റെ പ്രൊഡിക്ഷൻ ആണെങ്കിലും ഇപ്പം ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലാണെങ്കിലും PSG ഈസ് ഗോയിങ് ടു ഡിസ്ട്രോയ് ബാർസലോണ എന്ന് പറയുന്നതാണ്. PSG ഫാൻസ് വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പം നാളെ പാർക്ക് ബ്രാഞ്ചിൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അവർ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. സോ ലാസ്റ്റ് ക്ലെമൻ ഫുട്ടിന് അഗേൻസ്റ്റ് അവരുടെ ചാനലൊക്കെ നമ്മൾ കേട്ടതാണ്. സോ അവർ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. മേ ബി ഇന്ന് ഫാൻസിനിടയിൽ മേ ബി വേളം നടന്നേക്കാന്ന് പറയുന്നു. എക്സ്ട്രാ സെക്യൂരിറ്റി ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി ഇന്നൊരു ഫൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. സോ ബാർസയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ വേണമൊക്കെ നവന്മാർ സ്റ്റേഡിയത്തിൽ മേ ബി വരാമെന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ബാർസയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അറ്റാക്കിംഗ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡ് ഞാൻ പറഞ്ഞു എങ്ങനെയായിരിക്കും സെറ്റപ്പ് ചെയ്യുക. ആൻഡ് അറ്റാക്കിംഗ് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെമീൻ യമാൽ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് എന്നാണ് കേൾക്കുന്നത്. ലെവൻഡോസ്കി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ വിൽ സ്റ്റാർട്ട് റഫീന. ജോ ഫെലിക്സ് ഹാസ് ബീൻ ഗുഡ് ലാസ്റ്റ് ഫ്യൂ മാച്ചസ്. ബട്ട് ഐ തിങ്ക് റഫീനയുടെ വർക്ക് ലോഡ് നാളെ നമുക്ക് വേണം. റഫീനയുടെ വർക്ക് ലോഡ് നാളെയല്ല, ടെക്നിക്കലി ഇന്ത്യൻ സമയം നാളെയാണ്. ബട്ട് ഇന്ന് രാത്രി നമ്മൾ നോക്കുകയാണെങ്കിൽ റഫീനയുടെ വർക്ക് ലോഡ് നമുക്ക് കിട്ടിയേ പറ്റൂ. എഗൈൻസ്റ്റ് നാപ്പോളി സെറ്റപ്പ് ചെയ്തതുപോലെ മേ ബി വിത്തൗട്ട് ദ ബോൾ പൊസഷൻ അവർക്കായിരിക്കും. PSG കാലിലായിരിക്കും പൊസഷൻ. അത് നമ്മൾ നോക്കിയിട്ടൊരു കാര്യമില്ല. PSG ആയിരിക്കും ഫ്ലുവൻ്റ് ആയിട്ട് മേ ബി കളിക്കാൻ പോകുന്നത്. നമ്മൾ മേ ബി ട്രാൻസിഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് കളിക്കുക. നമ്മൾ മാക്സിമം ഡയറക്റ്റ് കളിക്കുക. ആൻഡ് ഡിഫെൻസീവ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അറ്റാക്കേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റും. വൈഡ് ഏരിയാസിൽ വിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യുക ലെമീൻ യമാൽ. ആൻഡ് ഐ ആം എക്സ്പെക്ടിങ് നമ്മൾ ആ ഒരു ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കുമ്പോൾ ഇൻ ട്രാൻസിഷൻ പ്രോബബ്ലി റഫീനയുടെ പ്രസൻസ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് അസ്. ആൻഡ് ഡിഫെൻസീവ്ലി ഓൾസോ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും ആൾ. നാച്ചുറലി റൈറ്റ് ഹാൻഡ് സൈഡ് പ്ലെയർ ആണെങ്കിലും മേ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അഗൈൻസ്റ്റ് നാപ്പോളി സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഐ എം പ്രട്ടി ഷുവർ റഫീന ഈസ് ഗോയിങ് ടു ഗീവ് 100%. ആൾ ചാൻസസ് മിസ് ചെയ്യും, ആൾ മേ ബി ചില മോശം ഡിസിഷൻസ് എടുക്കും. ബട്ട് ആ വർക്ക് ലോഡിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. സോ ഇങ്ങനത്തെ ഒരു ഫിക്സറിൽ മേ ബി ജോ ഫെലിക്സ് ഓഫ് ദ ബെഞ്ച് വന്നെന്ന് വരാം. അല്ലെങ്കിൽ പുള്ളി സേഫ് ആണ്, കുറച്ചുകൂടെ ഡിഫൻസീവ് സ്റ്റെബിലിറ്റി വേണമെന്നാണെങ്കിൽ മേ ബി ലെമീൻ യമാലിനെ പുള്ളി ബെഞ്ച് ചെയ്തിട്ട് റഫീന റൈറ്റിലും ഫെലിക്സിനെ ലെഫ്റ്റിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. ആൻഡ് എനിക്കൊരു പ്രോബ്ലം അല്ല ഇഫ് റഫീന റൈറ്റ് ഫെലിക്സ് ലെഫ്റ്റ് ലെമീനെ നമ്മൾ ബെഞ്ചിൽ യൂസ് ചെയ്തു. ആൻഡ് ഹോമിൽ ഉറപ്പായിട്ടും ലെമീൻ യമാൽ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. 100% ഉറപ്പാണ്. ബട്ട് ഇന്നത്തെ ഈ ഫിക്സറിൽ മേ ബി ലെമീൻ യമാലിനെ ബെഞ്ചിൽ ഹോൾഡ് ചെയ്തു. ഓഫ് ദ ബെഞ്ച് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സെക്കൻഡ് ഹാഫാണ് പുള്ളി ഇറക്കുന്നതെങ്കിൽ ദാറ്റ് വോണ്ട് ബി എ സർപ്രൈസ്. ബട്ട് ഐ ആം 100% ഷുവർ റഫീനയാണ് ഇന്ന് പുള്ളി സ്റ്റാർട്ട് ചെയ്തേ പറ്റൂ. അലോങ് വിത്ത് ലെവൻഡോസ്കി. ലെമീൻ യമാൽ ആയിരിക്കും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് ഫെലിക്സിനെ മിക്കവാറും ഓഫ് ദ ബെഞ്ച് ആയിരിക്കാം യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഡിഫെൻസീവ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എംബാപ്പെ ത്രെട്ട് നള്ളിഫൈ ചെയ്യാനായിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ സാവി അങ്ങനെ ഒരു കോൾ നടത്തുമെന്ന് റീസെൻറ്റ് പെർഫോമൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജൂൾസ് കുണ്ടെ ഹാസ് ബീൻ എക്സലന്റ് ആസ് എ റൈറ്റ് ബാക്ക്. അറൗഹോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം വിനീഷ്യസ് ജൂനിയർ അഗൈൻസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ മാച്ചസ് ഒക്കെ വരുമ്പോൾ പിടിച്ച് അറൗഹോനെ ലെഫ്റ്റ് ബാക്ക് ഇട്ടിട്ട് കുണ്ടേനെ റൈറ്റ് ബാക്ക് ആക്കുന്ന സിറ്റുവേഷൻ, സെൻറ്റർ ബാക്ക് ഇടുന്ന സിറ്റുവേഷൻ. കുണ്ടെ സെൻറ്റർ ബാക്ക് റോളിൽ ഹാസ് ബീൻ ഗ്രേറ്റ് റീസെൻ്റ്ലി. സോ ആൾ റൈറ്റ് ബാക്ക് റോളിൽ പ്രോബ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ഇഫ് നോട്ട് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ഇൻ അവർ ടീം റീസെൻ്റ്ലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും. ആൻഡ് ഐ എം പ്രട്ടി കോൺഫിഡൻറ്റ് കുണ്ടെ ഈസ് ഗോയിങ് ടു ഡീൽ വിത്ത് ഇഫ് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എംബാപ്പെ വരുന്നത്. അതായത് സെൻട്രൽ ഏരിയാസിലോട്ട് വരുവാണെങ്കിൽ അറൗഹോ ബാറ്റിലാണ്. ബട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഐ തിങ്ക് ജൂൾസ് കുണ്ടെ ക്യാൻ ഡീൽ വിത്ത് കിലിയൻ എംബാപ്പെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീ ഈസ് ദാറ്റ് ഗുഡ് ഓഫ് എ ഡിഫൻഡർ. ആൻഡ് ജൂൾസ് കുണ്ടയ്ക്ക് ഇന്ന് 1.5 പണിയായിരിക്കും. കിലിയൻ എംബാപ്പെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെയാണ് കളിക്കുന്നതെങ്കിൽ കുണ്ടയ്ക്ക് ഇന്ന് നല്ല തലവേദനയായിരിക്കും. ഐ എം പ്രട്ടി കോൺഫിഡൻറ്റ് ദാറ്റ് കുണ്ടെ ക്യാൻ ബ്ലോക്കിംഗ് എന്നാണ് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് അറൗഹോ കുബാർസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ആൻഡ് ഹി ഡിസേർവ്സ് ടു സ്റ്റാർട്ട്. Man, I am expecting yet another good performance from both the centre backs. And Cancelo will be our left back. Cancelo നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. ശരിയാണ്, ഡിഫെൻസീവ്ലി ക്യാൻസലോ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഫ്യൂ മാച്ചസിൽ ആൾ ഓവറോൾ ഗെയിം നല്ലപോലെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. സോ ഐ എം എക്സ്പെക്ടിങ് എ ഗുഡ് പെർഫോമൻസ് ഫ്രം ക്യാൻസലോ ആസ് വെൽ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാക്സിമം ടൈറ്റ് ആക്കുക, ഇപ്പോഴത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് ടൈറ്റ് ആക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷകൾ. ആൻഡ് ലൂയിസ് എൻട്രിക്കയോട് കളിക്ക് മുമ്പ്, അതായത് പ്രസ് കോൺഫറൻസിലൊക്കെ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ ലെഗസി ആസ് എ കോച്ചാണ്, പ്ലെയർ അല്ല ആസ് എ കോച്ച് സാവിയേക്കാൾ മേളിലാണോ എന്നുള്ളൊക്കെ രീതിയിൽ ചോദിച്ചപ്പോൾ 100% ആണെന്നാണ് ആൾ പറഞ്ഞത്. ആളുടെ ആൻസർ കേട്ടപ്പോൾ ഒരുമാതിരി സാവിയെ താഴ്ത്തുന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, ട്രബിൾ നേടിക്കൊടുത്തു, ടൈറ്റിൽസ് നേടിക്കൊടുത്തു, ലീഗുകൾ അടുപ്പിച്ചു കൊടുത്തു, സമ്മതിച്ചു. പക്ഷേ സാവി ചെയ്യുന്ന ബഡ്ജറ്റ് നമ്മൾ ഇപ്പം ഞാൻ പേഴ്സണലി പല പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാവിയോട് മേ ബി എൻ്റെ ബയസായിരിക്കാം. സാവി ഹാസ് ബീൻ മൈ സെക്കൻഡ് ഫേവറേറ്റ് പ്ലെയർ ആഫ്റ്റർ ലയണൽ മെസ്സി, സെക്കൻഡ് ഫേവറേറ്റ് ബാർസലോണ പ്ലെയർ. അത് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നതിലും നമുക്ക് പറയാൻ വേണേ, കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് സാവി. സോ അങ്ങനെയുള്ള ഒരാൾ മേ ബി എൻ്റെ പേഴ്സണൽ ബയസ് കൊണ്ടായിരിക്കാം. ബട്ട് സാവി വിത്ത് ദിസ് ലിമിറ്റഡ് ബഡ്ജറ്റ്, ലയണൽ മെസ്സി ഇറക്കിയ ശേഷം നമുക്ക് ടൈറ്റിൽ കൊണ്ടുവന്ന കോച്ച്, ലീഗ് അടുപ്പിച്ച് കൊടുത്തു. നമ്മൾ മേ ബി സാവിക്ക് ശേഷം, പെപ് ഗോർഡിയോളയ്ക്ക് ശേഷം
സാവിയാണ് നമ്മുടെ റൂട്ട്സ്, അതായത് ലാമാസി എന്ന് പറയുന്ന റൂട്ട്സ്, നമ്മൾ ഫോഴ്സ് കൊണ്ടാവാം അല്ല എന്തും ആയിക്കോട്ടെ, ലാമാസി എന്ന് പറയുന്ന നമ്മുടെ റൂട്ടിലോട്ട് തിരിച്ച് നമ്മുടെ ക്ലബിനെ കൊണ്ടുപോകുന്നത്, ലാമാസിയ ഡിപ്പെൻഡൻസിയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കോച്ചാണ്. ലാമാസിയ എന്ന് പറയുന്ന വരുന്ന പ്ലേയേഴ്സിനെ എല്ലാം സാവി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ലൂയിസ് എൻറിക്കെ ഹാഡ് MSN, ലൂയിസ് എൻറിക്കെ ഹാഡ് റാക്കറ്റിച്ച്, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ്, PQ, മഷറാനോ, ആ ഒരു ടീം വെച്ചാണ് പുള്ളി, ആ ടീം അന്യായമാണ്. ഹി ഹാസ് ടു ഡു ദ വർക്ക്, സമ്മതിച്ചു. ബട്ട് യെസ്, ടൈറ്റിൽസ് കൂടുതൽ നേടിക്കൊടുത്ത് എല്ലാം സമ്മതിച്ചു. പക്ഷെ എന്ന് പറഞ്ഞാൽ സാവിനെ താഴ്ത്തി കിട്ടേണ്ട ആവശ്യമില്ല. ശരിയാണ്, ബാർസ ഫിലോസഫി സാവിനേക്കാളും കളിക്കുന്നത് ഞാനാണ് PSG എന്ന് പറയുന്നു. സത്യമാണ്. ബിക്കോസ് യു ഹാവ് ഗോട്ട് ദ പ്ലേയേഴ്സ് ആൻഡ് യു ആർ ആൻ എക്സ്പീരിയൻസ്ഡ് കോച്ച് അല്ലേ. സാവിയുടെ ഫസ്റ്റ് ടീമാണ് യൂറോപ്പിലെ ബാർസലോണ, അതും കൂടെ ഓർക്കണം. സോ സാവിന് ആ രീതി മേ ബി മൈൻഡ് ഗെയിംസ് ആയിരിക്കാം, എന്തോ ആവാം, താഴ്ത്തി കെട്ടി. സോ ലൂയിസ് എൻറിക്കയുടെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാൻ, എസ്പെഷ്യലി ഇനിയും ഫ്യൂച്ചറിൽ ബാർസയുടെ കോച്ചാവാൻ സാധ്യതയുള്ളൊരു ആളും കൂടാണ്. നമുക്കറിയത്തില്ല മൈൻഡ് ഗെയിംസ് ആണ് എന്താണോ, നമുക്ക് നോക്കാം. ആൻഡ് ഒരു അണ്ടർഡോഗ് കളി കളിച്ചു, അവർക്ക് 5 ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല. സോ ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല, അത് അവർക്കാണ് ടെൻഷൻ എന്നുള്ള രീതിയിലൊക്കെ കളിച്ചു. എന്തായാലും നമുക്ക് നോക്കാം. ഓൺ പേപ്പർ ഫേവറേറ്റ് PSG ആണ്, ടെക്നിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ PSG ഫേവറേറ്റ് എന്ന് പറയാം. പക്ഷേ എന്തോ നമ്മുടെ ടീമിൽ കോൺഫിഡൻസ് വേണമല്ലോ, അതാണല്ലോ നമ്മുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അല്ലേ. ആൻഡ് ഇന്നത്തെ മാച്ചിൽ മൈക്കിൾ ഒലിവറാണ് റഫറി. ചറവറ യെല്ലോ കാർഡ് കൊടുക്കുന്ന റഫറിയാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ക്രിസ്ത്യൻസൺ, അറോഹോ, യമാൽ, റോബർട്ടോ, ഫെലിക്സ്, ഫെറാൻ ടോറസ്, ആരെങ്കിലും മിസ് ചെയ്തോ? ഇല്ലല്ലോ. ഫ്രാങ്കി ഡിയോങ്, ഇത്രയും പ്ലേയേഴ്സ്, 7ഓളം പ്ലേയേഴ്സ് ഒരു യെല്ലോ കാർഡ് അവേ ഫ്രം സസ്പെൻഷനാണ്. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പ്ലേയേഴ്സ് ഇതിൽ നിന്ന് യെല്ലോ കാർഡ് കിട്ടി നെക്സ്റ്റ് മാച്ച് മിസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒട്ടും തള്ളിക്കളഞ്ഞ. സോ ഇവരെല്ലാം യെല്ലോ കാർഡിലാണ്. സോ സൂക്ഷിച്ച് കളിക്കണേ എന്ന് വേണേൽ പറയാം. പക്ഷേ ഗെയിം തുടങ്ങും, കളി കഴിഞ്ഞു പോകും. സോ നമുക്ക് സൂക്ഷിച്ച് കളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഫൗൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടി വരും അല്ലേ. കാരണം ഫസ്റ്റ് ലെഗിൽ ടൈ കയ്യിൽ നിന്ന് പോയാൽ ഇവരെല്ലാം സൂക്ഷിച്ച് കളിക്കണമെന്ന് പറഞ്ഞ് കളി കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ കാര്യമില്ല സെക്കൻഡ് ലെഗിൽ. സോ ഉറപ്പായിട്ടും ഫൗളുകൾ വരും. കിലിയൻ എംബാപ്പെ, ഡെമ്പലെ, കോളോ മുവാനി ഒക്കെ, നൂനോ മെൻഡസ് ഒക്കെ, സായാർ എമറി ഒക്കെ പോലത്തെ പ്ലെയേഴ്സ് ഉള്ളപ്പം ഓട്ടോമാറ്റിക്കലി ഫൗളുകൾ ഡ്രോ ചെയ്യും അവർ, നമ്മൾ യെല്ലോ കാർഡുകൾ വാങ്ങിക്കും. ആ കാര്യത്തിൽ ചെറിയ നല്ല പേടിയുണ്ട്. സോ നമുക്ക് നോക്കാം. മൈക്കിൾ ഒലിവർ റെഫറിയും കൂടെ ആ സ്ഥിതിക്ക് കുറേ ബ്ലണ്ടർ മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു റെഫറിയാണ്. അനാവശ്യമായിട്ട് യെല്ലോ കാർഡുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ചെറിയ ഫൗളുകൾക്കുള്ള അങ്ങനത്തെ ഒരു റെഫറിയാണ്. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. ആൻഡ് നമ്മൾ PSG സ്ക്വാഡിൽ നമ്മളിപ്പം ഡെമ്പല്ലയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അവർ മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വിറ്റീന, ഫാബിയാൻ റൂയിസ് ആൻഡ് സായർ എമറി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ചില റൂമറുകൾ പറയുന്നത് സായർ എമറിനെ മേ ബി പിടിച്ച് റൈറ്റ് ബാക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ബട്ട് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഐ തിങ്ക് സായർ എമറി മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമ്മൾ റീസെൻറ്റ് പെർഫോമൻസുകൾ എല്ലാം നോക്കുവാണെങ്കിൽ പ്രോബ്ലി ചാമ്പ്യൻസ് ലീഗിൽ അവർ പ്ലെയർ ഓഫ് ദ സീസൺ ആരാന്ന്, ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാനായിട്ടുള്ള മേജർ ഫാക്ടർ ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി സായർ എമറി എന്ന് പറയാം. അമ്മാതിരി ലെവൽ പെർഫോമൻസ് ആയിരുന്നു ചെക്കൻ. ഈ 17 വയസ്സാണെന്ന് തോന്നുന്നു ആൾ പുറപ്പെടുത്തുകൊണ്ടിരിക്കുന്ന. പ്രോബ്ലി ആ ടീമിലെ ഫസ്റ്റ് എംബാപ്പെ കഴിഞ്ഞാൽ പ്രോബ്ലി സെക്കൻഡ് നെയിം ഓൺ ദ ഷീറ്റ് എന്ന് തന്നെ പറയാം. ആ രീതിയിലോട്ടായിട്ടുണ്ട് ഈ ടീനേജർ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ PSG has got players, സായർ എമറി ആൻഡ് ഫാബിയാൻ റൂയിസ്. ഫാബിയാൻ റൂയിസിൻ്റെ പെർഫോമൻസുകൾ ഹാസ് ബീൻ എക്സലൻറ്റ്. ഫിസിക്കലി ഹി ഹാസ് ബീൻ സൂപ്പർ. ബോൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിലും ബോൾ വിൻ ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു മേജർ ഫാക്ടറാണ് PSG ടീമിലെ ഫാബിയാൻ റൂയിസ്. സോ ഫാബിയാൻ റൂയിസിൻ്റെ പെർഫോമൻസ് വിൽ ബി കീ ഫോർ PSG. ആൻഡ് PSG-നെ നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി ദേ ലൈക്ക് ടു പ്രസ് അപ്പ് ആയി. ബോൾ യൂസ് ചെയ്താൽ അവർ എത്രയും പെട്ടെന്ന് ബോൾ റിക്കവർ ചെയ്യാൻ നോക്കും. സോ ഇഫ് വി ഹാവ് ഗോട്ട് പ്ലേയേഴ്സ് ഹു ക്യാൻ കീപ് ദ ബോൾ, എസ്പെഷ്യലി ഐ തിങ്ക് ഗുണ്ടകൻ, ഫ്രാങ്കി ഡിയോങ്, ഇവർ 2 പേരും കീ ആയിരിക്കും. ആൻഡ് വൈഡ് ഏരിയാസിലോട്ട് വെൻ ദേ ആർ പ്രസ്സിങ് നമ്മൾ ആ പ്രസ് ബീറ്റ് ചെയ്ത് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അതാണ് പറഞ്ഞത്, നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ പ്രസ് ബീറ്റ് ചെയ്തിട്ട് ഇൻ ട്രാൻസിഷൻ റഫീന റണ്ണിങ് ഓൺ ടു ദ വൈഡ് ആൻഡ് യമാൽ ഐ തിങ്ക് ഫുൾ മാച്ചസ് പ്രോബ്ലി ഏറ്റവും കുറച്ച് ഡിഫൻസീവ് വർക്ക്ലോഡ് എടുക്കാൻ പോകുന്ന പ്ലെയർ സ്റ്റാർട്ട്സ് യമാലായിരിക്കും. അയാൾ ആ ഒരു വൈഡ് ഏരിയാസ് പിടിച്ചിരിക്കും. ട്രാൻസിഷനും മറ്റുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യമാലിലോട്ട് എത്രയും പെട്ടെന്ന് സ്വിച്ച് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. റഫീന മേക്കിംഗ് ദ റൺ, ലെവൻഡോസ്കി മേക്കിംഗ് ദ റൺ ഇൻ ദ ബൗൺസ്, ഗുണ്ടകൻ, ഫ്രാങ്കി ഡിയോങ്, സോ ക്യാൻസലോ, ഇതെല്ലാം വളരെ വൈറ്റലായിരിക്കും ഇവരുടെ റൺസ്. സോ ഇൻ ട്രാൻസിഷൻ വി ഹാവ് ടു ഹേർട്ട് PSG. കാരണം ഓൺ ദ ബോൾ ദേ ആർ ഗോയിങ് ടു ഡോമിനേറ്റ് ആൻഡ് ഇൻ ട്രാൻസിഷൻ വി ഹാവ് ടു ഡു വെൽ. സോ നമ്മൾ സഫർ ചെയ്യാൻ റെഡിയാണ്. സാവിയുടെ റീസെൻറ്റ് പെർഫോമൻസുകളും മാച്ചസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് ദ ബോൾ സഫർ ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആവുന്നുണ്ട്, പഠിക്കുന്നുണ്ട്,
വിത്തൗട്ട് ദ ബോൾ നമ്മളാണെങ്കിൽ ഡിഫൻഡ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് ദ ബോൾ ഷേപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി ലോ ബ്ലോക്ക് കളിക്കുന്നപ്പോൾ ലോ ബ്ലോക്ക് സിസ്റ്ററോട്ട് മാറുന്നുണ്ട്. ഐ തിങ്ക് ഒരു പ്രോപ്പർ മിഡിൽ ബ്ലോക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി ഹ്യൂജ്. ബട്ട് അത് റിസ്ക്കാണ്. നമ്മൾ പറയത്തില്ല, ഒരു പ്രോപ്പർ മിഡ് ബ്ലോക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് അഗൈൻസ്റ്റ് പോർട്ടോ വേഴ്സസ് ആർസണൽ ഫസ്റ്റ് ലെഗാണ് ഏറ്റവും വലുതാണ്. പോർട്ടോ 1-0 ജയിച്ച മാച്ച്. ആ ഒരു ടൈപ്പ് ഓഫ് മിഡ് ബ്ലോക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ്, ഇഫ് നോട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ഡു ഇൻ ഫുട്ബോൾ എന്ന് പറയുന്നത്. സോ ഐ തിങ്ക് മിഡ് ബ്ലോക്ക് സെറ്റപ്പ് ചെയ്ത് അവരെ മേ ബി ട്രാപ്പിലൊക്കെ ആക്കാൻ ശ്രമിച്ചാൽ വിത്ത് പ്ലെയേഴ്സ് ലൈക്ക് എംബാപ്പെ, ഡെംബെല്ലെ, കൊളോമുവാനി, നമ്മൾ പറഞ്ഞ പോലെ റിസ്ക് ആണ്. ബട്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് പേഴ്സണലി തോന്നുന്നു. ബട്ട് നമുക്കറിയാം എന്തായാലും ഒരു മിക്സർ കാണും. ചില സിറ്റുവേഷൻസ് നമ്മൾ ലോ ബ്ലോക്ക് ആയി കളിക്കണം എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആവുക, ഇഫ് വി ക്യാൻ സംഹൗ സ്കോർ എ ഗോൾ ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ മേ ബി ഒരു ലീഡ് എടുത്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിച്ചാൽ ഐ തിങ്ക് PSG കുറച്ചുകൂടെ ഓപ്പൺ ആവും സെക്കൻഡ് ഹാഫ്. മേ ബി അത് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് മേ ബി കിട്ടിയെന്ന് വരാം. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മാച്ച് മേ ബി ഒരു ഡ്രോയിൽ അവസാനിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്യും. ഐ തിങ്ക് ഒരു 1-1 ഡ്രോ, അതാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രഡിക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തായി തീരുന്നത്. എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ മാച്ചിൽ നിന്നും? ഈസ് സാവി കേപ്പബിൾ ഓഫ് ബീറ്റിംഗ് ലൂയിസ് എൻറിക്വസ്? ആശാൻ എന്ന് പറഞ്ഞാൽ സാവി പുള്ളി ഒരു സീസണേ കളിച്ചുള്ളൂ. അന്ന് പുള്ളി സാവിയുടെ ലാസ്റ്റ് സീസണായിരുന്നു. പോകുന്ന ആ ടൈമിൽ ക്യാപ്റ്റൻ, ആൾ കൂടുതൽ ഒരു ഓഫ് ദ ബെഞ്ച് അപ്പിയറൻസുകളായിരുന്നു. സോ മേ ബി ആശാൻ എന്ന് വേണേൽ പറയാം. ആശാൻ്റെ കീഴിൽ ആശാൻ അഗെയിൻസ്റ്റ് ശിഷ്യൻ വന്ന് ഇന്ന് കപ്പ് ജയിക്കുമോ, അതും പാർട്ടി ഫ്രാൻസ് വന്ന് തോൽപ്പിക്കാൻ സാധിക്കും? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് വിൽ ബി ദ സ്കോർ? ആർ യു വിൽ ബി ഹാപ്പി വിത്ത് എ ഡ്രോ? എന്താണ് തോന്നുന്നത്? ആൻഡ് ന്യൂട്രൽ ഫാൻസ്, ഇഫ് എനിബഡി ഈസ് വാച്ചിങ് ദിസ് വീഡിയോ, എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? ബാർസ ഓർ PSG ആര് കടക്കുമെന്നാണ് നിങ്ങൾ ഓൺ പേപ്പർ നോക്കുമ്പോൾ കാണുന്നത്? ആൻഡ് റീസെൻറ്റ് ഫോംസ് വെച്ച് രണ്ട് ടീമും നല്ല ഫോമിലാണ്. സോ നമുക്കറിയാം, നമ്മൾ ബാർസ ഫാൻസ് ബാർസ പ്രതീക്ഷിക്കും, PSG ഫാൻസ് PSG പ്രതീക്ഷിക്കും. സോ ന്യൂട്രൽ ഫാൻസിൻ്റെ ഒപ്പീനിയൻ അറിയുക. മേ ബി എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ആര് ജയിക്കും? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. വായിട്ട് നമുക്ക് ലൈവ് പ്രീ മാച്ച് പോസ്റ്റ് മാച്ചൊക്കെ കാണാം. സോ പ്രീ മാച്ച് ഡിസ്കഷൻസിന് പറ്റുന്ന അത്രയും പേര് ജോയിൻ ചെയ്യുക. വായിട്ട് നമുക്കൊരു അത്യാവശ്യം നല്ല നേരം 2 hours പ്ലസ് പറ്റുവാണെങ്കിൽ ഒരു സ്ട്രീം ചെയ്യാം പ്രീ മാച്ചായിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.